നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ കൊല്ലണം, ആരോരും അറിയാതെ അവനെ തീർക്കണം. എന്നിട്ട് അതിന്റെ പഴി ശ്രീകലയുടെ തലയിൽ കെട്ടിവെക്കണം. ഭർത്താവിനെ കൊന്നതിന്റെ പകയിൽ ശ്രീകല സിദ്ധുവിനെ കൊന്നു. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. എവിടെയാ അവൻ? ശ്രീകല, ഞാൻ പറയുന്നു കേക്ക് മോളെ. ഞാൻ പറയുന്നു കേക്ക്. വേണ്ട മോളെ. ശ്രീകല, ശ്രീകല, മോളെ. ഗോപിക, ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോ പഴയ ഓർമ്മകളൊക്കെ അറിയാതെ മനസ്സിലേക്ക് കേറി വരുവാ. എനിക്കും സാർ, എന്താ വേണ്ടത്? അത് നമ്മുടെ പതിവ് ഫേവറേറ്റിന് ആയിക്കോട്ടെ അല്ലേ ഗോപു? 2 കോൾഡ് കോഫി. അത് മാത്രം മതി സാർ, വേറെ എന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ട, ഇത് മതി. ഏയ്, താനെന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ, അത് കള്ളം എന്തോ ഉണ്ട്. താൻ പറയ്. ഏയ് ഒന്നുമില്ല, സത്യം. എന്നാ ഞാൻ പറയാം. ആ പറഞ്ഞോ. വിവാഹം കഴിക്കാതെ അന്നത്തെ പോലെ എന്നും പ്രണയിച്ച് നടന്നാ മതിയായിരുന്നു എന്നല്ലേ താൻ ചിന്തിച്ചേ? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാ, പക്ഷെ അത് ഋഷിക്ക് എങ്ങനെ മനസ്സിലായി? അത് തന്നെയാ ഞാനും ചിന്തിച്ചേ. എന്താടോ, എന്തു പറ്റി? എന്തിനാ 2 കോഫി? അല്ല, ഒന്ന് തനിക്കുള്ളതാ. കല്യാണത്തിന് മുന്നേ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ചുമ്മാതല്ല വിവാഹം കഴിക്കാതെ പ്രണയിച്ചു നടന്നാ മതിയെന്ന് തോന്നിയത്. ഋഷിക്ക് എന്നോടുണ്ടായിരുന്ന പ്രേമോ സ്നേഹമൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ തീർന്നോ? ഏയ്, അതങ്ങനെ തീരുന്നതാണോ? പിന്നെന്താ ഈ 2 കോഫി? ഓ അങ്ങനെ. കുടിക്ക്.
ഇത് ശരിക്കും നമുക്കടിച്ച ജാക്ക്പോട്ടാണ് മായേ. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പരാജയത്തിലേ അവസാനിക്കുന്നു എന്നാണല്ലോ നിന്റെ പരാതി. ഇപ്പൊ അത് മാറി കിട്ടിയില്ലേ? ദേ, നമ്മൾ ഒരുക്കിയ പദ്ധതി വലിയ വിജയമായി തീർന്നില്ലേ? ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടു. എങ്കിലും പ്രയോജനം നമുക്ക് തന്നെയാ. ദേവികയെ കൊടുക്കാൻ വേണ്ടി നടത്തിയ മോതിരത്തിന്റെ പണി പാളിയപ്പോ കഥ അവിടെ അവസാനിച്ചു എന്നാ ഞാൻ കരുതിയേ. അതിന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചില്ല. അത് സത്യ. ശ്രീകല ഇവിടെ വന്ന് ഇതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് ഞാനും കരുതിയില്ല. എന്തായാലും സംഗതി ജോറായി. ഇനി ഈ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നമുക്ക് അനുകൂലമായിരിക്കും മായേ. അച്ഛന്റെ കൊലപാതകയാണ് സിദ്ധു വന്ന് ദേവിക അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ദേവിക സിദ്ധുവിനൊപ്പം കഴിയാൻ തയ്യാറാവൂ? പറ, ഇനി ദേവിക സിദ്ധുവിനൊപ്പം കഴിയാൻ തയ്യാറാവുമോ എന്ന്? അതിന് സാധ്യതയില്ല. സാധ്യതയില്ല. അവളെന്നല്ല, ലോകത്ത് ഒരാളും സ്വന്തം അച്ഛന്റെ കൊലപാതകയുടെ കൂടെ ജീവിതം പങ്കുവയ്ക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ദേവിക സിദ്ധുവിനെ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോവാനാണ് സാധ്യത. ഓ, എങ്കിൽ വലിയൊരു ഭീഷണിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല മായേ, ശ്രീകല ഇവിടെ നിന്ന് നടത്തിയ വെളിപ്പെടുത്തലിലൂടെ നമ്മുടെ പദ്ധതികൾ വളരെ ഈസിയായി മാറിയിരിക്കുകയാണ്. ദേവിക ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ സിദ്ധുവിന്റെ ശല്യവും നമുക്ക് എന്നേക്കുമായി ഇല്ലാതാക്കാം. മനസ്സിലായില്ലേ? അവസരം മുതലെടുത്ത് സിദ്ധുവിന്റെ കഥ കഴിക്കണമെന്ന്. സിദ്ധുവിനെ കൊല്ലാൻ പോവാണോ? അതെടി, അവനെ കൊല്ലണം. ആരോരും അറിയാതെ അവനെ തീർക്കണം. എന്നിട്ട് അതിന്റെ പഴി ശ്രീകലയുടെ തലയിൽ കെട്ടിവെക്കണം. ഭർത്താവിനെ കൊന്നതിന്റെ പകയിൽ ശ്രീകല സിദ്ധുവിനെ കൊന്നു. അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണം. അത് കൊള്ളാം. ഇത് നല്ല ബുദ്ധിയാ. മായേ, ഔഷധത്തിലൂടെ നമുക്ക് നേടാനാകാത്ത വിജയം ദേ ഇപ്പൊ നമുക്ക് നേടാനാവും. പക്ഷേ എല്ലാം പടിപടിയായി വേണം ചെയ്യാൻ. ആദ്യം ദേവികയെ ഇവിടുന്ന് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ സിദ്ധുവിനെ വകവരുത്താൻ നമുക്ക് പ്രയാസപ്പെടേണ്ടി വരും. ദേവിക ഇപ്പോ സിദ്ധുവിനോടുള്ള വെറുപ്പിലും പകയിലുമായിരിക്കും. അങ്ങനെ ഭ്രാന്ത് പിടിച്ച മട്ടിലിരിക്കുന്ന ദേവികയുടെ സ്വസ്ഥത സിദ്ധുവായിട്ട് തന്നെ നശിപ്പിച്ചാൽ ഇവിടെ പലതും നടക്കും. ദേവിക എന്ന അധ്യായത്തിന് അവസാനവും ആവും. അതിന് ആദ്യം സിദ്ധുവിനെ പാട്ടിലാക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.